എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം സുരേഷ് പൂനൂർ, പൂനെ. നമ്മളെപ്പോഴും ഈ ഒരു വീഡിയോയിൽ ചർച്ച ചെയ്യാറുള്ളത് നമ്മുടെ പല പ്രശ്നങ്ങൾ തന്നെയാണ് ജീവിതത്തിലെ കൊച്ചു കൊച്ചു കാര്യങ്ങൾ. പക്ഷെ ആ കൊച്ചു കൊച്ചു കാര്യങ്ങൾ കൊണ്ട് നമുക്ക് ഉണ്ടാവുന്ന പല പല പ്രശ്നങ്ങൾ. അപ്പോൾ ഞാനിപ്പം പറയാൻ വന്നത്, നമ്മളിപ്പം കണ്ടുവരുന്ന ഒരു ട്രെൻഡ്, അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ കണ്ടെത്തുന്ന ഒരു ന്യായീകരണം. അയ്യോ, എനിക്ക് സമയം കിട്ടിയില്ല, അല്ലെങ്കിൽ ഞാൻ ഭയങ്കര ബിസിയാണ്, എനിക്ക് സമയക്കുറവുകൊണ്ടാണ് ഞാനത് ചെയ്യാതിരുന്നത് എന്ന് പ്രത്യേകിച്ച് ഒരു കാരണമാക്കി പറയുന്ന ഒരു കൂട്ടം ജനങ്ങൾ, ഒരു കൂട്ടം എന്നല്ല, ഭൂരിഭാഗവും അങ്ങനെ തന്നെയാണ്. ഭൂരിപക്ഷ ആളുകളും സമയമില്ല എന്ന പ്രശ്നം പറഞ്ഞിട്ടാണ് പല കാര്യങ്ങളിൽ നിന്നും ഒഴിവാകുന്നത്. സത്യത്തിൽ എന്താണ് സംഭവിക്കുന്നത്? എല്ലാവർക്കും 24 മണിക്കൂറല്ലേ? അപ്പോൾ 24 മണിക്കൂർ എല്ലാവർക്കും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ആ 24 മണിക്കൂർ, അതിൽ നിന്ന് ആ സമയം എങ്ങോട്ട് പോയി? അപ്പോൾ എല്ലാവരും ചെയ്യുന്ന പോലെ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്തത്? 6 മണിക്കൂർ 7 മണിക്കൂർ നമ്മൾ ഉറക്കത്തിന്, അല്ലെങ്കിൽ 8 മണിക്കൂർ ഉറക്കത്തിന് വിട്ടാലും ബാക്കി 16 മണിക്കൂർ നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? പ്രത്യേകം നമ്മൾ ജോലി ചെയ്യാത്ത വീട്ടിലിരിക്കുന്നവർക്ക് പോലും സമയമില്ല എന്നുള്ള വലിയൊരു റീസണാണ് എപ്പോഴും പറയാറുള്ളത്. ശരിയാണ്, നമ്മുടെ ആയുസ് എന്ന് പറഞ്ഞാൽ വളരെ ചുരുങ്ങിയതാണ്. നമ്മുടെ കയ്യിൽ സമയമില്ല. സമയമില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? എങ്ങനെയാണ് നമുക്ക് സമയം കണ്ടെത്താൻ സാധിക്കുക? പലപ്പോഴും മഹാന്മാർ പറഞ്ഞത് കേട്ടിട്ടില്ലേ, ഓരോ കാര്യത്തിനും നമ്മൾ സമയം കണ്ടെത്തണമെന്ന്. അപ്പോൾ ടോട്ടലി ഇത്രയും സമയമുള്ളൂ, പിന്നെ എവിടുന്ന് നമ്മൾ കണ്ടെത്തുന്നത്? കണ്ടെത്താൻ ഒരേ ഒരു മാർഗമേ ഉള്ളൂ. നമ്മൾ ആലോചിക്കാം, ഏത് കാര്യത്തിന് നാം പ്രയോറിറ്റി കൊടുക്കണം? എവിടെയാണ് നമ്മുടെ സമയം വേസ്റ്റായി പോകുന്നത്? ഇപ്പോൾ ആരോ നമ്മളോട് പറഞ്ഞു, ആ ഗ്രൂപ്പിൽ ഒരു മരണത്തെ പറ്റി പറഞ്ഞിട്ടുണ്ടല്ലോ, ആ മരണം ഒന്ന് നോക്കൂ, അതൊന്ന് ചെക്ക് ചെയ്യൂ കേട്ടോ എന്ന് പറയുമ്പോൾ നമ്മൾ ഉടനെ മൊബൈലെടുത്തു, ആ ഗ്രൂപ്പിലേക്ക് പോയി. അത് ചെക്ക് ചെയ്യാൻ പോകുന്ന വഴിക്കാണ് എന്തോ ഒരു അഡ്വർടൈസ്മെൻറ്റ് കണ്ടു, അത് നോക്കി. അവിടുത്തെ ഫേസ്ബുക്കിലേക്ക് പോയി. അങ്ങനെ തിരിഞ്ഞു പറഞ്ഞ് നമ്മൾ ആ മെസ്സേജ് കാണാൻ സമയമെടുക്കും. അതിന് മുമ്പ് പലതും നമ്മുടെ മുമ്പിലായിട്ട് ഇങ്ങനെ പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്നതൊക്കെ നമ്മളിങ്ങനെ നോക്കിക്കൊണ്ട് പോവുകയാണ് അല്ലേ? അങ്ങനെ നോക്കി നോക്കി പോകുമ്പോൾ നമ്മളറിയില്ല, നമ്മൾ 2 മിനിറ്റ് അതൊന്ന് ചെക്ക് ചെയ്യാനും ഒരു ആദരാഞ്ജലികൾ അല്ലെങ്കിൽ ഒരു പ്രണാമം അർപ്പിക്കാനുമാണ് ശരിക്കും പറഞ്ഞാൽ മൊബൈൽ ഓപ്പൺ ചെയ്തത്. പക്ഷെ നമുക്ക് പ്രണാമമൊന്നും അർപ്പിക്കാൻ പറ്റിയില്ല. പക്ഷെ നമ്മളതിൽ കവിഞ്ഞ് പല പല വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്ക് പോയി, ഫേസ്ബുക്കിലേക്ക് പോയി, അവിടെ കമൻറ്റ് കണ്ടു, പോസ്റ്റ് കണ്ടു, കമൻറ്റ് ചെയ്തു. അങ്ങനെ നിൽക്കുമ്പോൾ നമ്മൾ മനസ്സിൽ തോന്നി ഒരു പോസ്റ്റ് ഇട്ടു. എല്ലാം കഴിഞ്ഞ് നമ്മൾ തിരിച്ചു വരുമ്പോൾ അവർക്ക് അയ്യോ, മരിച്ച കാര്യം നോക്കിയില്ലോ ഗ്രൂപ്പിൽ. വീണ്ടും മൊബൈലെടുക്കുന്നു, പോകുന്നു. ഈ പോകുന്ന ആ ഒരു യാത്രയിൽ പല പല ആളുകളെ കണ്ടുമുട്ടുന്നു, നമ്മൾ പ്രതീക്ഷിക്കാത്ത. അവരൊക്കെ എടുത്ത് സംസാരിക്കുന്നു. അപ്പോൾ പെട്ടെന്ന് നോക്കുമ്പോൾ വാട്സപ്പിൽ തന്നെ വേറെ ഏതൊക്കെ മെസ്സേജ് അയച്ചിട്ട് നമ്മൾ കണ്ടില്ല അത്. അപ്പോൾ അതിന് മറുപടി പറഞ്ഞു. അങ്ങനെ നമ്മൾ ആ ഒരു കാര്യത്തിന് വേണ്ടി മാറ്റി വെച്ച സമയം 2 മിനിറ്റ് അല്ലെ 3 മിനിറ്റ് അല്ലെ മാക്സിമം 5 മിനിറ്റ് ആണെങ്കിൽ അതിൽ നിന്ന് 1.5 2 മണിക്കൂറിൽ കൂടുതൽ നമ്മൾ ആ മൊബൈൽ കയ്യിൽ കിട്ടിയ ശേഷം നോക്കിക്കൊണ്ടിരിക്കുന്നു. പല പല കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുന്നു, അതിന് കമൻ്റ് ഇടുന്നു, മറുപടി ഇടുന്നു. അപ്പോൾ സമയം കണ്ടില്ലേ എങ്ങനെയാണ് പോയത്? നിങ്ങൾ 2 മിനിറ്റോ 5 മിനിറ്റോ ചെലവഴിക്കണമെന്ന് കരുതിയ കാര്യമാണ് ഇത് 2-2.5 മണിക്കൂറിലേക്കൊക്കെ മാറിപ്പോയത്. അപ്പം നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ട കാര്യം, സമയം എവിടെയാണ് നഷ്ടപ്പെട്ടത്, എങ്ങനെയാണ് സമയത്തെ പിടിച്ചെടുക്കേണ്ടത്. അപ്പോൾ സമയം കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ ഈ വേസ്റ്റായി പോകുന്ന സമയത്തിന് നമ്മൾ പിടിച്ചെടുക്കാൻ സാധിക്കണം. അപ്പോഴാണ് നമ്മൾ ഈ
സമയം കണ്ടെത്തുക എന്ന് പറയുന്ന കാര്യത്തിലൊക്കെ ഉറച്ചേക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു പോയ 2-2.5 മണിക്കൂർ നമുക്ക് തിരിച്ച് എടുക്കാൻ പറ്റില്ല. അപ്പോൾ ടോട്ടൽ നിങ്ങളുടെ ബാക്കിയുള്ള സമയം ഉറക്കത്തിൻ്റെ കഴിഞ്ഞിട്ട് ബാക്കി നിങ്ങളുടെ പല കാര്യങ്ങൾ ചെയ്യാണ്ടല്ലേ. പ്രാഥമിക കർത്തവ്യങ്ങൾക്ക് വേണ്ടി നമുക്ക് സമയം ചിലവാക്കണം അല്ലേ. അതിൽ കുളി വരും, പിന്നെ വാഷ്റൂമിൽ പോകൽ, പല്ലേക്കൽ അല്ലേ, എല്ലാ കാര്യങ്ങളും. ഇത് നമ്മളെ മേക്കപ്പ് ആണെങ്കിൽ അങ്ങനെ എല്ലാ കാര്യങ്ങളും. പിന്നെ ബാക്കി ദിവസം നമ്മൾ ഭക്ഷണം ഉണ്ടാക്കേണ്ട കാര്യത്തിന് വേണ്ടി സ്ത്രീകളാണെങ്കിൽ പ്രത്യേകിച്ച് കുട്ടികൾക്ക് സമയം, ഭർത്താവിനുള്ള സമയം, ടി വിയോ സീരിയലോ കാണാനുള്ള സമയം കണ്ടെത്തണം. ആ സമയം കൃത്യം നമുക്ക് ചെന്നേ പറ്റും. അതിനൊരു മാറ്റമില്ല. കാരണം അത് ഒരു സമയത്ത് കാണിക്കുകയാണ്. ആ സമയത്ത് നമ്മൾ ഫ്രീ ആണെങ്കിൽ അല്ലെങ്കിലും അവിടെ എത്തിയേ പറ്റും. പച്ചക്കറികളിൽ ഞാൻ നനയ്ക്കണം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്. അപ്പം നമ്മൾ എവിടെയെങ്കിലും കൂടുതൽ സമയം എടുത്തു കഴിഞ്ഞാൽ, ആവശ്യത്തിൽ കൂടുതൽ സമയം ചിലവായി കഴിഞ്ഞാൽ ഈ സമയം നമുക്ക് കിട്ടാൻ പ്രയാസമാണ്. അപ്പോൾ എല്ലാ താളവും തെറ്റും. ഭക്ഷണം കഴിക്കുന്ന സമയം, കുളിക്കുന്ന സമയം, മറ്റുള്ള ഓരോ കാര്യങ്ങൾ ചെയ്യേണ്ട സമയം. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു പ്രധാന കാര്യം എന്ന് പറഞ്ഞാൽ ആ ഒരു സമയത്തെ ഒരു പ്രയോറിറ്റി വൈസ് മുൻഗണന അനുസരിച്ച് അതിനെ ഡിവൈഡ് ചെയ്ത് വെക്കുക, മനസ്സ് കണ്ടെത്തുക. അല്ലെങ്കിൽ മനസ്സിലില്ലെങ്കിൽ നിങ്ങൾക്കത് മനസ്സിൽ കണ്ടിട്ടും അത് വേണ്ട പോലെ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ തീർച്ചയായും എഴുതിയിടും. ഈ സമയം മുതൽ ഈ സമയം വരെ ഞാൻ ഇന്ന കാര്യം ചെയ്യും, ലിസ്റ്റ് ഔട്ട് ചെയ്യും. എന്നിട്ട് ആ കൂടുതൽ സമയത്ത് നിന്ന് ദിവസവും ഉള്ള കാര്യം 10 മിനിറ്റ് കൊണ്ട് ചെയ്യേണ്ടത് 5 മിനിറ്റ് കൊണ്ട് ചെയ്യാൻ ശ്രമിക്കും. പക്ഷേ നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കണം, പ്രവൃത്തി സക്സസ് ആവുകയും വേണം. അപ്പോൾ ദിവസം ചെയ്യുന്ന കാര്യമാകുമ്പോൾ നിങ്ങൾക്ക് അത്ര സമയം ഡെയിലി വേണ്ടി വരില്ല. അപ്പം അങ്ങനെ അതിന് സമയം കണ്ടെത്തി അത് പൂർണ്ണതയിൽ എത്തിച്ച ശേഷം ആ സമയത്തിന് കുറച്ച് സമയം ലാഭിക്കാൻ ശ്രമിക്കും. അത് വേറൊരു നല്ല കാര്യത്തിന് വേണ്ടി ഉപയോഗിക്കാൻ പറ്റണം. അങ്ങനെയൊക്കെ ചിന്തിച്ച് പോയാൽ മാത്രമേ ഈ സമയത്തിന് നമുക്ക് വിചാരിച്ച പോലെ കൊണ്ടുനടക്കാൻ പറ്റുള്ളൂ. നമ്മുടെ പല കാര്യങ്ങൾക്ക് സമയം തികയും. വേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പ്രയാസമാണ്. എപ്പോഴും നമ്മൾ 10 മിനിറ്റ് കൊണ്ട് തീരുന്നുള്ള കാര്യം അരമണിക്കൂർ വരെ പോകാം. അങ്ങനെ പോയി കഴിഞ്ഞാൽ എവിടെയുള്ള സമയം നമ്മൾ കട്ട് ഷോട്ട് ചെയ്തിട്ട് അഡ്ജസ്റ്റ് ചെയ്യണമെന്ന് പഠിക്കണം. അത് ഒരുപാട് സ്റ്റഡി നമ്മൾ ചെയ്തിരിക്കണം. ഈ ഒഴുക്കിനനുസരിച്ച് നമ്മളിങ്ങനെ പോവുകയാണെങ്കിൽ നമ്മൾ എവിടെ എത്തില്ല അല്ലേ. ഒരു പുഴ നമ്മൾ നീന്തി കിടക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു കുളത്തിൽ നമ്മൾ കുളിക്കുന്നു അല്ലെങ്കിൽ നീന്തി കുളിക്കുന്നു, അക്കരെ എത്തണമെങ്കിൽ അക്കരെ ലക്ഷ്യമായിട്ട് നമ്മുടെ മനസ്സിൽ അക്കരെ എത്തണം എന്നുള്ള ലക്ഷ്യബോധത്തോടു കൂടി നീങ്ങിയാൽ മാത്രമേ നമുക്ക് അവിടെ എത്താൻ പറ്റൂ. അതേസമയത്ത് ഒന്നും ചിന്തിക്കാതെ വെറുതെ കാലിട്ടടിച്ച് അങ്ങനെ നീന്തിക്കൊണ്ടിരുന്നാൽ ലക്ഷ്യം കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ, കൃത്യമായിട്ട് ആ പോയിന്റ് നിങ്ങളെ മനസ്സിൽ നിങ്ങൾ കുറിച്ചിട്ടില്ലെങ്കിൽ ആ ലക്ഷ്യത്തിലെത്താൻ പ്രയാസമാണ്. കുറേ സമയം നിങ്ങൾക്ക് നീന്താം, അത്രയേ ഉള്ളൂ. അപ്പം അതുകൊണ്ട് എത്ര സമയം ഉപയോഗിക്കാം ആ കാര്യത്തിന് വേണ്ടി എന്നുള്ള കാര്യത്തിലൊരു വ്യക്തത വരുത്തണം. എന്താണ് നമ്മുടെ ലക്ഷ്യം, എന്താണ് നമുക്ക് ചെയ്യേണ്ടത്, നാം എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നതിനെക്കുറിച്ചൊരു കൃത്യമായ ധാരണ. അപ്പോൾ ആ ഒരു നമ്മളതിനു വേണ്ടി കണ്ടെത്തിയ സമയം, അതിലും കുറഞ്ഞ സമയം കൊണ്ട് ആ കാര്യം നിർവഹിച്ച് വരികയും വേണം. എങ്കിൽ മാത്രമേ എക്സ്ട്രാ ഒരു 15 അരമണിക്കൂറെങ്കിൽ നിങ്ങളുടെ കയ്യിലുണ്ടാകുമ്പോൾ മാത്രമേ നിങ്ങൾ ആ പ്രവൃത്തിയിൽ സക്സസ് ആവുന്നുള്ളൂ. എല്ലാം കഴിഞ്ഞിട്ട് ഫ്രീ ആയിരിക്കാൻ അതിന് സമയം കണ്ടെത്തണം. ജോലിയോട് ജോലി, അവസാനം കിടന്നുറങ്ങാൻ പോകുന്നതുവരെ ജോലി, അങ്ങനെയല്ല. കുറച്ച് സമയം നിങ്ങളതായിട്ട് ചിന്തിക്കാനോ എല്ലാം മറന്നതിനിരിക്കാനോ നമ്മൾ കണ്ടെത്താൻ ശ്രമിക്കണം. അത് പലപ്പോഴും നമുക്ക് സാധിക്കാറില്ല. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. അപ്പോൾ ആ രീതിയിലൊന്ന് നമ്മൾ ചിന്തിച്ച് നോക്കിയാൽ നമുക്ക് ഒരുപാട് ജീവിതത്തിനെ സക്സസ്ഫുള്ളാക്കി മാറ്റാൻ പറ്റും. പിന്നെ അത് മാത്രമല്ല, പിന്നെ നമ്മൾ ഓരോ സന്തോഷങ്ങൾ കണ്ടെത്തുന്നത് പലപ്പോഴും ജീവിതത്തിൽ പലർക്കും, പല ഭൂരിപക്ഷ ആളുകൾക്കും നമ്മൾ പറയും സുഖ ദുഃഖ സമ്മിശ്രമാണ് ജീവിതം എന്ന് പറയുമെങ്കിലും ദുഃഖമാണ് കൂടുതൽ. സന്തോഷം ലഭിക്കുന്ന നിമിഷങ്ങൾ വളരെ കുറവാണ്. ഒന്നാമത് നമ്മുടെ മനസ്സിൻ്റെ പ്രത്യേകതയാണ്. മനസ്സാണ് അത് സന്തോഷമാണോ സംതൃപ്തിയാണോ അല്ലെങ്കിൽ ദുഃഖമാണോ എന്ന കാര്യം തീരുമാനിക്കുന്നത് നമ്മുടെ മനസ്സാണ്.
നമ്മളെ മനസ്സിൽ ഒരിക്കലും അങ്ങനെ തോന്നുന്നില്ല ഏത് നമ്മൾ ഈ ചെയ്യുന്ന കാര്യം നമുക്ക് സന്തോഷം നൽകുന്നുണ്ടോ എന്നുള്ളത്. ഒന്നിലും സന്തോഷിക്കാത്ത മനുഷ്യരുണ്ട്. എന്ത് ചെയ്താലും അവർക്കതിലൊരു കുറ്റം കണ്ടെത്തുകയും ഒരു എക്സ്ക്യൂസ് കാണുകയും അത് ഹാപ്പിയായി എന്ന് സമ്മതിക്കാൻ മനസ്സ് തയ്യാറല്ലാത്തൊരവസ്ഥ. അങ്ങനെയുള്ളവർക്ക് ഒരിക്കലും സന്തോഷം കണ്ടെത്താൻ പറ്റില്ല. പിന്നെ കൊച്ചു കൊച്ചു സന്തോഷങ്ങളൊക്കെ ആഘോഷമാക്കി മാറ്റണം എന്നാണ് ഞാൻ പറയുന്നത്. കാരണം നാളെ അല്ലെങ്കിൽ അടുത്ത നിമിഷം നമ്മൾക്ക് പറയാൻ പറ്റില്ല നമ്മളുണ്ടോ എന്നുള്ളത്. അപ്പോൾ ഈ നിമിഷം അതിനെ മാക്സിമം എൻജോയ് ചെയ്യുക, സന്തോഷിക്കുക. അടുത്ത നിമിഷം നമ്മളുണ്ടെങ്കിലും ഇല്ലെങ്കിലും നാളെ നമുക്ക് ഫീൽ ചെയ്തത് അയ്യോ എനിക്കിത് ചെയ്യാൻ പറ്റിയില്ലല്ലോ എന്ന്. അങ്ങനെ ഒരു ഫീലിംഗ് വരാതിരിക്കണമെങ്കിൽ തീർച്ചയായും നമ്മുടെ ഈ ഒരു നിമിഷം ധന്യമായിരിക്കണം. മാക്സിമം നമ്മൾ എൻജോയ് ചെയ്തിരിക്കണം. ഈ നിമിഷം നമ്മൾ ആസ്വദിച്ചിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ഫീൽ ചെയ്യില്ല. നമ്മൾ ഈ നിമിഷം മരിച്ചു പോയാലും അയ്യോ അങ്ങനെ തോന്നില്ല, ഞാൻ ഹാപ്പി ആയിരുന്നു, നന്നായിട്ട് പോയി. അപ്പോൾ കൊച്ചു കൊച്ചു പല പല ആഘോഷങ്ങൾ വരാറുണ്ടല്ലേ നമ്മുടെ വീടുകളിൽ. വിഷു ആയാലും ഓണമായാലും, ഇപ്പോൾ മറുനാട്ടിലേക്കാണെങ്കിൽ ദീപാവലി, ദസറ, പൊങ്കൽ അങ്ങനെ തുടങ്ങി പല പല ആഘോഷങ്ങൾ. അമ്പലങ്ങളാണെങ്കിലും വീടുകളാണെങ്കിലും പൊതുവെ നാട്ടിലൊക്കെ ആഘോഷിക്കുന്നത് ഇപ്പം പല പല ജയന്തികളാവാം. എല്ലാം നമ്മുടേതാണെന്ന് കണ്ടിട്ട് ആഘോഷിക്കുക. അതെനിക്ക് എന്ത് ചെയ്യാനാന്ന് പറഞ്ഞാൽ ആ സമയം നമ്മൾ വേസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ആ ആഘോഷങ്ങളിലൊക്കെ നമുക്ക് പങ്കെടുക്കാം, മനസ്സോടെ പങ്കെടുക്കാം. വീട്ടിൽ ആഘോഷിച്ചില്ലെങ്കിലും പുറമെ പോയിട്ട് കാണാം എന്തൊക്കെയാണ് അവിടുത്തെ പ്രൊസഷൻ കാണാം, അല്ലേ, വലിയ വലിയ കാഴ്ചകൾ കാണാം, ചെണ്ടമേളം കണ്ട് ആസ്വദിക്കാം. ഇപ്പം മഹാരാഷ്ട്രയിൽ ഇവിടെയൊക്കെ ആണെങ്കിൽ ഡോളക്ക് എന്ന് പറയും. ഡോളൊക്കെ കൊട്ടിയിട്ടാണ് ഇവർ പല ചടങ്ങുകളൊക്കെ. അങ്ങനെ സംഗീത വാദ്യോപകരണങ്ങളൊക്കെ ആസ്വദിക്കാം. അങ്ങനെ അതിനെയൊക്കെ നമുക്ക് നമ്മുടേതാക്കി മാറ്റാം. അങ്ങനെ ഓരോ നിമിഷം നമ്മൾ സന്തോഷിച്ച് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് തന്നെ വളരെ സംതൃപ്തിയും ആരോഗ്യവും ഒരു ഓജസ്സും ഒക്കെ സ്വയം തോന്നും. മനസ്സ് എത്രമാത്രം നമ്മൾ സന്തോഷമാക്കി വെക്കുന്നു അത്രയും ആ ഒരു ആവേശം എന്നും നമുക്ക് കെട്ടടങ്ങാതെ മനസ്സിലുണ്ടാവും, ഒരു ഇൻസ്പിറേഷൻ. പിന്നെ എപ്പോഴും നമുക്കങ്ങനെ ഒരു മൂഡ് ഔട്ട് തോന്നുകയാണെങ്കിൽ പല പ്രഭാഷണങ്ങളൊക്കെ ഉണ്ട്. ആധ്യാത്മികം കേൾക്കുന്നവർക്ക് അത് കേൾക്കാം, സ്പിരിച്വൽ ഡിസ്കോഴ്സ് എന്ന് പറഞ്ഞാൽ അതൊക്കെ കേൾക്കാം. എല്ലാത്തവർക്കും മോട്ടിവേഷണൽ സ്പീച്ചായിട്ട് തന്നെ യൂട്യൂബൊക്കെ ഓപ്പൺ ചെയ്താൽ മനസ്സിലാവും. അതിലൂടെ നമുക്ക് പല കാര്യങ്ങളും മനസ്സിലാക്കും. അപ്പോൾ എവിടെയാണ് നമ്മൾ തെറ്റിപ്പോയത്, ഇതൊക്കെ ഭയങ്കര ഇതിനെപ്പറ്റിയൊക്കെ പഠിച്ച ആളുകൾ, വിദഗ്ധന്മാരാണ് ഇവിടെ സംസാരിക്കുന്നത്. മോട്ടിവേഷൻ എങ്ങനെയാണ് ഹൗ ടു മോട്ടിവേറ്റ് അവർ സെൽഫ്. നമ്മൾ സ്വയം മോട്ടിവേറ്റ് ആവണം. ആരും ഇങ്ങോട്ട് വന്നിട്ട് നിങ്ങളെ സന്തോഷിപ്പിക്കാൻ ശ്രമിച്ചു എന്ന് വരില്ല. കാരണം നിങ്ങൾ സന്തോഷിക്കേണ്ടത്, നിങ്ങൾ നന്നായിരിക്കേണ്ടത്, നിങ്ങളുടെ വെൽബീയിങ് നിങ്ങളുടെ മാത്രം ആവശ്യമാണ്. അതുകൊണ്ട് നിങ്ങളെ സന്തോഷിപ്പിച്ച് വെക്കേണ്ടത്, നിങ്ങളുടെ മനസ്സിനെയും ശരീരത്തിനെയും നന്നാക്കി വെക്കേണ്ടത് നിങ്ങളുടെ ആവശ്യമാണ്. അവിടെയാണ് ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞ സെൽഫ് ലവ് ഒക്കെ വരുന്നത്. നമ്മളെ സ്നേഹിക്കുമ്പോഴാണ് നമ്മുടെ ശരീരത്തിന് പ്രശ്നം വരാതെ, നമ്മുടെ ആരോഗ്യത്തിന് പ്രശ്നം വരാതെ, നമ്മുടെ സൗന്ദര്യബോധം നിലനിർത്തിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് സ്വയം ആദ്യം സ്നേഹിക്കുക, എന്നിട്ട് നമ്മൾ മുന്നോട്ട് പോകുകയാണെങ്കിൽ തീർച്ചയായും നമുക്ക് ഈ ജീവിതത്തെ ഓരോ നിമിഷവും സന്തോഷപ്രദമാക്കാൻ സാധിക്കും. പിന്നെ ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞ പോലെ ഏത് കാര്യം ചെയ്യുമ്പോഴും ഒരു പുഞ്ചിരി നമ്മളെ മുഖത്ത് വെച്ചുകൊണ്ട് പോവുകയാണെങ്കിൽ നമ്മെ കാണുന്ന ആർക്കും നമ്മളെങ്ങനെ തിരസ്കരിക്കാൻ പറ്റില്ല, സന്തോഷത്തോടെ സ്വീകരിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അവരിൽ അങ്ങനെ ഒരു ഭാവം വരണമെങ്കിൽ നമ്മുടെ മുഖത്തൊരു പുഞ്ചിരി വേണം. നമ്മുടെ വീട്ടിലല്ലേ നമ്മുടെ മനസ്സിലുള്ള ദുഃഖങ്ങളും സങ്കടങ്ങളും ഒക്കെ മുഖത്ത് കാണിച്ചുകൊണ്ട് ഒരു ഒരു വികാര ജീവിയായിട്ട് അങ്ങനെ സങ്കടമായി നടക്കുകയാണെങ്കിൽ ആർക്കും ഇങ്ങോട്ടൊന്ന് സംസാരിക്കാനും പെരുമാറാനും ഒന്നും തോന്നില്ല. കാരണം നിങ്ങളെ കാണുമ്പോൾ ആ ഒരു എനർജി അവർക്ക് തോന്നില്ല. എപ്പോഴും ഒരു പോസിറ്റീവ് എനർജി നിലനിർത്തുക. അപ്പോൾ ആ പോസിറ്റീവ് എനർജി നിങ്ങളുടെ അടുത്ത് വരുന്നവർക്ക്, നിങ്ങളുമായിട്ട് കാണുന്നവർക്കൊക്കെ പകർന്നു തരാൻ സാധിക്കും. അങ്ങനെ നല്ലൊരു ജീവിതം മുന്നോട്ട് പോകട്ടെ. ദൈവം സഹായിക്കട്ടെ. എല്ലാവർക്കും നന്മകൾ നേരുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും
ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യണം, ഓൾ ബട്ടൺ അമർത്തണം. എങ്കിൽ മാത്രമല്ല വീഡിയോകൾ നിങ്ങളുടെ മുമ്പിലേക്ക് വരും, കാണാൻ സാധിക്കും. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, അതെനിക്ക് ഏറ്റവും വലിയൊരു സപ്പോർട്ടായിരിക്കും. അപ്പോൾ സൈനിങ് ഓഫ്, നിങ്ങളുടെ സ്വന്തം സുരേഷ് പൂനെ. വീണ്ടും കാണാം ഒരു പുതിയ വീഡിയോയിൽ.